ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ മകൻ പങ്കജ് സിംഗ് ആയിരുന്നു പ്രധാന VIP. കുടുംബ രാഷ്ട്രീയത്തിന്റെ ഫലമായാണ് ടിക്കറ്റ് ലഭിച്ചതെന്ന ആരോപണം പാടെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് പങ്കജ് സിംഗ് പ്രചരണം നടത്തിയത്. So I don't think I need to comment on this again. I'm very much hopeful that I'll get the blessings of people of Noida. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാതെയാണ് ഉത്തർപ്രദേശിൽ BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മഥുര മണ്ഡലത്തിൽ നിന്ന് BJPയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ പേര് കേൾക്കാൻ കഴിഞ്ഞിരുന്നു. പാർട്ടിയുടെ ദേശീയ സെക്രട്ടറിയായ ശ്രീകാന്ത് ശർമ്മയാണ് മുഖ്യമന്ത്രി പദവി മുൻനിർത്തി പ്രചരണം നടത്തിയത്. ജനങ്ങളുടെ ആഗ്രഹമാണ് അവർ പങ്കുവെക്കുന്നതെന്നായിരുന്നു പ്രചരണത്തോട് ശ്രീകാന്ത് ശർമ്മയുടെ പ്രതികരണം. ये सेंटिमेंट है, ब्रजवासियों की भावना है. ब्रजवासियों की भावनाओं पर किसी का कोई अंकुश नहीं है. भगवान कृष्ण भी इनकी भावनाओं के सामने नतमस्तक थे. മധുരയിലെ തന്നെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രദീപ് മാത്തൂർ, ദാദ്രിയിലെ BSP സ്ഥാനാർത്ഥി സത്വീർ സിംഗ് ഗുർജർ എന്നിവരും ഒന്നാം ഘട്ടത്തിലെ പ്രമുഖരാണ്. ഒന്നാം ഘട്ടത്തിൽ ഉത്തർപ്രദേശ് തങ്ങൾക്കൊപ്പമാകുമെന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവകാശപ്പെടുന്നുണ്ട്. ആദ്യ 2 ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ BJP 90 സീറ്റുകൾ നേടുമെന്നാണ് പാർട്ടി ദേശീയ അധ്യക്ഷൻ അമിത്ഷായുടെ അവകാശവാദം. എന്നാൽ 2014 നേടിയ വിജയം BJPക്ക് ആവർത്തിക്കാൻ കഴിയില്ലെന്നാണ് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് നൽകുന്ന സൂചന. ഇതിന് പ്രധാന കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൂടെ നിന്ന ജാട്ടുകളുടെ നിലപാട് മാറ്റമാണ്. BJP का क्या हुआ है कि तो BJP ने हमारे हरियाणा के अंदर जाकर के देखिए वहाँ पे लोगों को भिड़ाने का काम किया. जाटों का जो आरक्षण था उन्होंने उसको भिड़ाने का काम किया. तो जब वो लोग इस चीज़ सबको ख़त्म करते जा रही हैं, जात पात का मुद्दा बढ़ाते जा रही हैं, बार बार मंदिर का राग उठाती हैं, झगड़े कराते, दंगा फसाद कराते, तो उसको हम क्यों साथ देंगे? हम उस पार्टी को साथ देंगे ना जो हमारे हित की बात करेंगे. तो BJP में जो है 2014 का जो नरेंद्र मोदी PM है तो आफ्टर इंडिया उन्होंने वादे जो किए थे लोगों से कि हम ये कराएंगे वो कराएंगे, हम जानना चाहते हैं कि वो कहाँ गए वो वादे, कहाँ गए वो अच्छे दिन जो कह रहे थे कि अच्छे दिन आएंगे अच्छे दिन आएंगे. अच्छे दिन के चक्कर में हमारे तो बुरे दिन आ गए. BJP സർക്കാർ ഭരിക്കുന്ന ഹരിയാനയിലെ സംവരണ വിഷയവും നോട്ട് അസാധുവാക്കൽ മൂലമുണ്ടായ ബുദ്ധിമുട്ടുകളുമാണ് ജാട്ടുകളുടെ മനംമാറ്റത്തിന് പ്രധാന കാരണം. അതേസമയം BSPയും SP കോൺഗ്രസ് സഖ്യവും മേഖലയിലെ മുസ്ലിം വോട്ടിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. തങ്ങളുടെ പരമ്പരാഗത വോട്ടുകളോടൊപ്പം മുസ്ലിം വോട്ടുകൾ കൂടി എൻ ബ്ലോക്കായി എത്തിയാൽ പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ ഭൂരിപക്ഷം സീറ്റുകൾ നേടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇരു പാർട്ടികളും. ഇതിനായി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട 100 പേരെയാണ് BSP സ്ഥാനാർത്ഥികളാക്കിയത്. എന്നാൽ മായാവതിയുടെ നീക്കത്തോട് മുസ്ലിം സമുദായം അനുകൂല നിലപാട് സ്വീകരിച്ചിട്ടില്ല. 2014 BJPക്ക് അനുകൂലമായി ജനവിധി ഉണ്ടായ സാഹചര്യം ഒഴിവാക്കണമെന്ന ധാരണ മുസ്ലിം സമുദായത്തിനിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. I already said that it doesn't matter who is Muslim, who is non-Muslim. It is not matter for us. It matter for us who is supporting Muslim cause, who is against Muslim cause. After monitoring the situation, the outcome from the constituency, from the electorate, our followers, we will decide what to do. കോൺഗ്രസുമായുള്ള സഖ്യത്തിലൂടെ മുന്നോക്ക വിഭാഗത്തിന്റെ പിന്തുണ ലഭിക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സമാജ്വാദി പാർട്ടി. എന്നാൽ BJPയുടെ അക്കൗണ്ടിൽ നിന്നും മുന്നാക്ക വിഭാഗത്തിന്റെ വോട്ട് ചോർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. അയോധ്യ പോലുള്ള വിഷയങ്ങൾ സജീവമായി നിർത്തി വോട്ടുകൾ സംരക്ഷിക്കാനുള്ള ശ്രമം BJP നടത്തിയിട്ടുണ്ട്. जब भी उसको चुनाव लड़ना होता है तो वो राम जन्मभूमि प्रभु राम का नाम लेकर लड़ती है. इतिहास गवाह है कि उसने राम का नाम लेकर के आज पूर्ण बहुमत है. हमें ये नहीं लगता कि भारतीय जनता पार्टी सरकार बनाएगी राम जी को. सुप्रीम कोर्ट का आदेश होगा और मोदी जी देशभक्त हैं. पूरे विश्व में आज उनका नाम है. भारतवर्ष की तरक्की हो रही है. विश्व गुरु बनने के हम कगार पे हैं. അതേസമയം ജാട്ടുകൾ ഉൾപ്പെടെയുള്ളവർ അടങ്ങുന്ന പടിഞ്ഞാറൻ UPയിലെ കർഷകരെ കൂട്ടുപിടിച്ച് അജിത് സിംഗിന്റെ RLD നടത്തുന്ന നീക്കങ്ങൾ മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഒരേപോലെ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഏഴ് ഘട്ടമായി നടക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങൾ പോളിംഗ് സ്റ്റേഷനിലെത്തുന്നത് ഒന്നാം ഘട്ടത്തിലാണ്. ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് 2014 BJPയോടൊപ്പമായിരുന്നു നിന്നത്. എന്നാൽ മോദി സർക്കാർ 2.5 വർഷം പൂർത്തിയാക്കുമ്പോൾ 2014 പ്രകടനം ആവർത്തിക്കുക എന്നത് പ്രയാസമാണ്. മാറിയ രാഷ്ട്രീയ സാഹചര്യങ്ങളും അതോടൊപ്പം മാറിയ ജാതി സമവാക്യങ്ങളുമാണ് ഇതിന് കാരണം. എന്നിരുന്നാലും മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ നടക്കുന്ന ചതുഷ്കോണ മത്സരം പ്രവചനം അസാധ്യമാക്കുന്നുണ്ട്.